എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ വീഡിയോസൊക്കെ എടുത്ത് വാട്സപ്പിൽ അയച്ചു തരും. ഈ കാസർഗോഡുകാരി സീരിയലിലോട്ട് എത്തപ്പെടുന്ന എങ്ങനെയാണ്? വീട്ടിലാരൊക്കെ ഉണ്ട്? പപ്പ, പപ്പയുടെ വൈഫ്, പപ്പയുടെ മുംബൈ സിനിമ ഫസ്റ്റൊക്കെ ചെയ്യുമ്പോഴും അങ്ങനെ ആരും തിരിച്ചറിയുന്നോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഈ സീരിയലിലൂടെയാണ് കുറേ പേർക്ക് തിരിച്ചറിയാൻ തുടങ്ങിയതും. ഇനിയിപ്പോ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്തുവാ? എനിക്ക് ഡാൻസും അഭിനയവും പിന്നെ ഒരു നല്ലൊരു ജോലിയും ഒന്നിച്ചു കൊണ്ടുപോകണം തന്നെയാണ് വലിയ ആഗ്രഹം. 9ാം ക്ലാസ്സിലെ നല്ല പക്വതയായിട്ട് ഇവിടെ സംസാരിക്കുന്നത്. കാണാൻ ഒരു മിന്നാമിനിങ്ങിനെ പോലെ ഉണ്ട് കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. സീരിയലിലൂടെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. മഴതോരു മുമ്പേ എന്ന സീരിയലിലെ കൃഷ്ണജ എന്ന കഥാപാത്രം ചെയ്യുന്ന ജാൻവിയാണ് എന്നോടൊപ്പം. നമസ്കാരം. നമസ്കാരം ജാൻവിക്കുട്ടി, എന്നാ ഉണ്ട് വിശേഷം? സുഖം. വെക്കേഷൻ ആയതുകൊണ്ട് സാധാരണ വെക്കേഷൻ എല്ലാം കുട്ടികളും ടൂറ് പോകുന്നു, കളിക്കാൻ പോകുന്നു. ജാൻവി സീരിയൽ ലൊക്കേഷനിലല്ലേ? എന്ത് തോന്നുന്നു? വിഷമം ഉണ്ടോ അതോ? ഇല്ല, വിഷമമൊന്നുമില്ല. സീരിയൽ ലൊക്കേഷനും ഇഷ്ടമാണ് ഭയങ്കരമായിട്ട്. സ്ഥലം എവിടാ? ഞാൻ കാസർഗോഡാ. കാസർഗോഡാ? അപ്പൊ കാസർഗോഡ് ഭാഷ സംസാരിച്ചാലോ? കാസർഗോഡ് ഭാഷയില് എന്തുകൊണ്ട് വിശേഷം? സുഖം തന്നെ. സുഖം തന്നെ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ അമ്മ, അച്ഛനും ഞാനും. കൂട്ടുകാരൊക്കെ ഒത്തിരി പേരുണ്ടോ? കൂട്ടുകാര് കുറച്ചുണ്ട്. എന്നോടൊന്ന് കാസർഗോഡ് ഭാഷ സംസാരിച്ചേ. അതാ ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് ഇപ്പൊ വരുന്നില്ല. ഇവിടെ ഒരു മാസമായിട്ട് ഇവിടെ ആയതുകൊണ്ട് എനിക്ക് അധികം വരുന്നില്ല. ഈ കാസർഗോഡുകാരുടെ ഭാഷ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റൂല്ല, പാടാ? ഇല്ല, വേറൊരു ഡിസ്ട്രിക്റ്റിൽ അവർക്ക് പാടാം. സ്പീഡാണോ കൂടുതൽ? ഇപ്പൊ ചില സമയത്ത് എനിക്ക് വരും, അപ്പൊ ഞാൻ സ്പീഡ് പറയുമ്പോൾ ഇവിടെ ആർക്കും മനസ്സിലാവില്ല. പിന്നെ സ്ലോയില് പറഞ്ഞു കൊടുക്കണം, അപ്പൊ എല്ലാവർക്കും മനസ്സിലാവും. എനിക്കൊന്നിപ്പം സീരിയലിലായി കഴിഞ്ഞതിന് ശേഷം ഭാഷ കുറെ മാറിയല്ലേ? മാറിയെന്ന് വെച്ചാൽ ഇവിടെ വരുമ്പോ ഇവിടെയുള്ളവരോട് സംസാരിക്കുമ്പോ എന്റെ ഭാഷ അങ്ങനെയാവും. പക്ഷെ വീട്ടിൽ പോയി അപ്പൊ തന്നെ സെറ്റ് ആവും. പിന്നെ ആ സ്ലാങ് ആയിരിക്കും. ഈ കാസർഗോഡുകാരി സീരിയലിലോട്ട് എത്തപ്പെടുന്ന എങ്ങനെയാ? ഞാൻ ചെറുപ്പം മുതലേ ഡാൻസ് പഠിക്കുന്നുണ്ട്. ഡാൻസ് പഠിച്ച് പിന്നെ ഫസ്റ്റ് ഞാൻ വന്നത് സിനിമയിലാണ്. ഏത് സിനിമ? ഞാനിപ്പോ ഒരു 9 സിനിമ ചെയ്തു. ഏതൊക്കെ പറഞ്ഞേ? ഇപ്പോ ശുക്രൻ എന്ന് പറഞ്ഞൊരു മൂവി റിലീസായി. പിന്നെ ഈ അടുക്ക് ഡിസ്കോ, ഉല്ലാസ് ചെമ്പൻ ചേട്ടന്റെ ഡിസ്കോ എന്ന് പറഞ്ഞ മൂവി ഷൂട്ട് കഴിഞ്ഞതേ ഉള്ളത്. പിന്നെ ഡെക്സ്റ്റർ എന്ന് പറഞ്ഞൊരു തമിഴ് മൂവി റിലീസായി, തമിഴത്. പിന്നെ ഫസ്റ്റ് അഭിനയിച്ചത് ഞാൻ താത്താവളിയുടെ ഒരു മൂവിയിലായിരുന്നു, ഞാൻ 4th പഠിക്കുമ്പോൾ. പിന്നെ മുഗൾ പരപ്പ് എന്ന് പറഞ്ഞൊരു മൂവി, മൈത്രി, ഓഷാന പറഞ്ഞൊരു മൂവിയിൽ ചെയ്തിട്ടുണ്ട്. ഒരു 9ാം ക്ലാസ്സുകാരിയുടെ ലിസ്റ്റാ കേട്ടോ ഈ കേൾക്കുന്നത്. ഇത് വലിയൊരു സന്തോഷമല്ലേ ഇത്? അതെ. അപ്പൊ ഈ സിനിമയിൽ നിന്ന് സീരിയലിലോട്ട് എത്തപ്പെടുന്നത് എങ്ങനെയാ? അത് എന്റെ ഡാൻസ് ടീച്ചർ സീരിയൽ ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ ടീച്ചറെ കാസ്റ്റ് ചെയ്യുന്ന ഭാസ്കർ എന്ന് പറഞ്ഞ ചേട്ടന എന്നെ ഇതിലോട്ട് വിളിച്ചു. അഭിനയമാണോ പണ്ട് മുതലേ ഇഷ്ടം? ഡാൻസ് ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ എനിക്ക് അഭിനയം ഭയങ്കര ഇഷ്ടം. ഞാൻ ഈ സീരിയൽ ലൊക്കേഷനിൽ വന്നപ്പോൾ കുറേ പേര് പറഞ്ഞു ജാൻവിയെ കൊണ്ട് പാട്ട് പാടിപ്പിക്കണം എന്ന് പറഞ്ഞു. പാടും? ഇല്ല, പാടത്തില്ലേ? ഞാൻ പാടത്തില്ല. പാടും. ഞാൻ പാട്ട് പഠിക്കാൻ പോയിട്ട് തന്നെ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് ഞാൻ നിർത്തിയതാ. 2 വരി എനിക്ക് വേണ്ടി. ഇത്തിരി പൊന്നെ മിന്നണതെല്ലാം പൊന്നല്ല, കണ്ണാൽ തുമ്പി കാഞ്ചന തുമ്പി കാത് കേട്ടതു പാട്ടല്ല, ഒന്നാമത്തെ തോണിയിലേറെ ഉന്നാരം വിളി വന്നിറങ്ങുമ്പോൾ തന്നീടാമൊരു പൊന്നോല, ഇത്തിരി പൊന്നെ മിന്നണതെല്ലാം പൊന്നല്ല. കാണാൻ ഒരു മിന്നാമിനിങ്ങിനെ പോലെ ഉണ്ട് കേട്ടോ. ഇപ്പം ജാൻവി ഇപ്പം ചെയ്യുന്ന കഥാപാത്രം ഏതാ? ഞാൻ കൃഷ്ണജ എന്ന് പറഞ്ഞൊരു പോസിറ്റീവ് കഥാപാത്രം. അപ്പം പോസിറ്റീവ് ചെയ്യാനാണോ ഇഷ്ടം, നെഗറ്റീവ് ചെയ്യാനാണോ ഇഷ്ടം? എനിക്ക് പേഴ്സണലി പോസിറ്റീവ് ചെയ്യാനാണ് ഇഷ്ടം. അപ്പൊ അത് തന്നെ കിട്ടി. എങ്ങനെയുണ്ട് അഭിനയം? പാടാണോ എളുപ്പമാണോ? അങ്ങനെയൊന്നുമില്ല, പാടായിട്ടില്ല. എന്നാലും ഈ പഠിത്തവും അഭിനയം കൂടെ എങ്ങനെ കൊണ്ടുപോകുന്നു? എനിക്ക് ഫസ്റ്റ് ഒക്കെ കുറച്ച് ഇതായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഞാൻ സൈലത്തില് എടുക്കുന്നുണ്ട്, സൈലത്തില് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഈ സ്കൂളിൽ പഠിക്കുന്ന കൂട്ടുകാരെ സ്ക്രീനിൽ ഇത് കാണുമ്പോൾ എന്ത് പറയും? എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ വീഡിയോസ് ഒക്കെ എടുത്ത് വാട്സപ്പിൽ അയച്ചു തരും. എൻ്റെ സീൻസ് ഒക്കെ വരുമ്പോൾ എടുത്ത് അയച്ചു തരും. അതൊക്കെ ഇഷ്ടമാണ്. നമുക്കിനി ടാസ്കിലോട്ട് പോവാം. എന്തോ ഇപ്പൊ ആലോചിക്കുക, എന്തോ വാരിക്കുന്നല്ലേ, എന്തോ വലുത് വരാൻ പോകുന്നത്. ഓക്കെ,
ഒരു ലെറ്റർ പറയും, ഞാൻ ചോദിക്കുന്നതിന് അത് വെച്ചേ പറയാവുള്ളൂ. ഓക്കെ, സിമ്പിൾ അല്ലേ? പാ. ആ, പേരെന്തുവാ? പാർവതി. സ്ഥലം എവിടാ? പാലക്കാട്. വീട്ടിലാരൊക്കെയുണ്ട്? പപ്പ, പപ്പയുടെ വൈഫ്, പപ്പയുടെ മോൾ. പപ്പിയുണ്ട്. പപ്പയുണ്ട്, പപ്പ ഉണ്ട്. ഇഷ്ടപ്പെട്ട ഫുഡ് എന്തുവാ? പഴംപൊരി. ഏറ്റവും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം ഏതാ? പഴനി. പഴനി. ഇതൊരു സീന കേട്ടോ. ഓക്കെ, തിരിച്ചു ചോദിക്കും. തിരിച്ചു ചോദിക്കാനാ? അയ്യോ, ഞാൻ ചോദ്യം 1/2 മണിക്കൂർ എടുക്കും. ഓക്കെ, അക്ഷരം എളുപ്പമല്ലേ? പേരെന്തുവാ? കുട്ടൻ. കുട്ടനോ? സ്ഥലം എവിടെയാ? കുട്ടനാട്. കഴിക്കാൻ എന്തോ ഇഷ്ടം? കഞ്ഞിയും പയറും. എത്രാം ക്ലാസ് വരെ പഠിച്ചു? കുറച്ചേ പഠിച്ചുള്ളൂ. കുറച്ചേ പഠിച്ചുള്ളൂ. അതെന്താ അങ്ങനെ? കുറച്ച് ബോറായിരുന്നു പഠിക്കാൻ. ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാ? കഞ്ഞിവെള്ളം. ഇഷ്ടപ്പെട്ട ഫുഡ് എന്തോ ചോദിച്ചേ? സബ്ജക്ട് കടങ്കഥ. സബ്ജക്റ്റോ? അപ്പൊ ഞാൻ തോറ്റു കേട്ടോ. കണക്ക് പറയായിരുന്നില്ല? അയ്യോ, കണക്കിന് ഞാൻ കണക്കാണ്. കണക്കിന് അന്നും ഇന്നും എന്നും കണക്കാണോ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ്? കണക്ക് മാത്സ് ഇഷ്ടമാണ്. അപ്പൊ ഇനിയും അടുത്ത അക്ഷരമാണേ. ലാ. ലായോ? പേരെന്തുവാ? ലീല. സ്ഥലം? എല്ലാം ചോദിച്ച സ്ഥലം എന്തുവാ? എത്രയൊക്കെ സ്ഥലങ്ങളുണ്ട്. അയ്യോ, ലണ്ടൻ. ഇഷ്ടപ്പെട്ട ഫുഡ്? ലസ്സി. ഏറ്റവും പോവാൻ ആഗ്രഹിക്കുന്ന സ്ഥലം? ലണ്ടൻ. അത് ഒന്ന് പറഞ്ഞായിരുന്നു. വേറെ പറയണോ? എല്ലാം എനിക്ക് സ്ഥലം ഒന്നും അറിഞ്ഞൂടാ. ഇഷ്ടപ്പെട്ട പാട്ട്? അടിപൊളി. ഇനിയിപ്പൊ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്തുവാ? ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ എനിക്ക് ഡാൻസും അഭിനയവും പിന്നെ ഒരു നല്ലൊരു ജോലിയും ഒന്നിച്ചു കൊണ്ടുപോകണം തന്നെയാണ് വലിയ ആഗ്രഹം. ഈ ചെറിയ 9ാം ക്ലാസ്സിലേ നല്ല പക്വതയായിട്ട് കേട്ടോ സംസാരിക്കുന്നത്. ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇത് മുമ്പ് ഒരു ഇന്റർവ്യൂവിലും നന്നായിട്ട് സംസാരിക്കുന്നത്. ഇപ്പൊ സിനിമയാണെങ്കിലേ നമുക്ക് ഓരോരുത്തർക്കും ഒരു ആഗ്രഹം കാണും, ഇന്ന നടൻ്റെ കൂടെ അഭിനയിക്കണം. അങ്ങനെ ഒരു ഇഷ്ടപ്പെട്ട നടനും അഭിനയിക്കാൻ ആഗ്രഹമുള്ള ഒരു നടനും ആരായിരിക്കും? മോഹൻലാൽ തന്നെയാണ്. എന്താ എനിക്ക് ഭയങ്കര ഇഷ്ടം മോഹൻലാൽ ആണ്. ഇഷ്ടപ്പെടാൻ കാരണം? എനിക്ക് ആക്ടിങ് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ ആ ഒരു സംസാര രീതിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അന്ന് നിൽക്കുമ്പോ കിട്ടുന്ന ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പം സീരിയൽ വരുമ്പോ മഴതോരും മുമ്പേ ഹിറ്റായിട്ട് പറന്ന് നിൽക്കുക, ഈ പുറത്തിറങ്ങുമ്പോൾ ആളുകളുടെ റെസ്പോൺസ് എന്താണ്? പോസിറ്റീവ് ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മാളിലൊക്കെ പോകുമ്പോ എന്നെ വന്നിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മമാരൊക്കെ ചെയ്തിട്ടുണ്ട് കുറെ ആന്റിമാരൊക്കെ. അപ്പൊ കുറച്ച് ഏജ് ആയിട്ടുള്ളവർക്ക് ഭയങ്കര കാര്യം. ലൈഫിന്റെ പുറകോട്ട് ചിന്തിച്ചു നോക്കുമ്പോ എന്ത് തോന്നുന്നു? ഹാപ്പിനെസ് ആണോ? ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. കാരണം മുമ്പ് ഈ സിനിമ ഫസ്റ്റ് ഒക്കെ ചെയ്യുമ്പോഴും അങ്ങനെ ആരും തിരിച്ചറിയുന്നോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഈ സീരിയലിലൂടെയാണ് കുറെ പേർക്ക് തിരിച്ചറിയാൻ തുടങ്ങിയതും. ഈ നമ്മളെ പുറത്തിറങ്ങുമ്പോൾ ആളുകൾ തിരിച്ചറിയുമ്പോഴേ കിട്ടുന്ന ഒരു സന്തോഷം എന്തുവാ? അത് ഭയങ്കര ഹാപ്പിയാ. കാരണം അവര് ചിലവർക്ക് മനസ്സിലാവും അതുപോലെ ഉണ്ട്, പക്ഷെ അവർ വിചാരിക്കേ അവരൊന്നും ഇവിടെ വരാൻ ചാൻസ് ഇല്ല, എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷെ അവരായിരിക്കില്ലോ എന്നിട്ട് കുറെ പേര് പോകുന്നുണ്ട്. കുറെ പേര് അപ്പൊ തന്നെ വന്നിട്ട് ഭയങ്കര ഇഷ്ടാട്ടോ ഫോട്ടോ ഒക്കെ എടുക്കട്ടെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഈ ഫസ്റ്റ് തിരിച്ചറിഞ്ഞൊരു മൊമെന്റ് ഏതായിരിക്കും? ഓർമ്മയുണ്ടോ? എനിക്ക് ഞാൻ മൈജിയില് എന്റെ ഈ ഫോൺ എടുക്കാൻ പോയപ്പോ അപ്പൊ ഒരു കുട്ടിയാണ്, എന്നെക്കാളും ചെറുതാന്ന് തോന്നുന്നു. അവർക്ക് ആ കൊച്ചിനെ മനസ്സിലായ എന്നെ, അവരുടെ പാരന്റ്സിനെ അങ്ങനെ മനസ്സിലായില്ല. ആ കൊച്ചിനെ മനസ്സിലായിട്ട് അവർ പാരന്റ്സിന്റെ അടുത്തൊക്കെ പോയിട്ട് വന്ന് സംസാരിച്ചു, എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു, ഫോട്ടോ ഒക്കെ എടുത്തു. അതാ ഫസ്റ്റ് മൊമെന്റ്. എന്തോ വേണം ഇതിൽ കൂടുതൽ. അഭിനയ ജീവിതം എങ്ങനെയുണ്ട്? അഭിനയ ജീവിതം നന്നായിട്ടുണ്ട്. പഠിപ്പിനെ വലിയ ബാധിക്കുന്നില്ല എനിക്ക്. ഇനിയിപ്പം ഏത് റോള് കൂടുതൽ ചെയ്യണമെന്ന് ആഗ്രഹം? ഇപ്പൊ പോസിറ്റീവ് ചെയ്തു, പോസിറ്റീവായിട്ട് തന്നെ ആൾക്കാർ ഏറ്റെടുത്തു. ഇനിയിപ്പോ ഏത് റോള് ചെയ്യണമെന്ന് ആഗ്രഹം? പോസിറ്റീവ് ചെയ്യാൻ തന്നെയാണ് ആഗ്രഹം, പക്ഷെ നെഗറ്റീവ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ട്. ഈ പഠിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും ചിന്തിച്ചിരുന്നോ എന്നെ ആളുകൾ ഏറ്റെടുക്കും, ഞാൻ പുറത്തിറങ്ങുമ്പോൾ ആളുകൾ എന്നെ അറിയും? ഇതെനിക്ക് ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡ്സ് ഉണ്ടായിരുന്നല്ലോ, ഞാൻ മുമ്പൊക്കെ ഇങ്ങനെ ടി വിയിലിരുന്ന് കാണുമ്പോൾ ഞാൻ സ്വപ്നം പോലും കണ്ടില്ല അവിടെയൊക്കെ കയറാൻ പറ്റുന്നു. ആഗ്രഹിച്ചിട്ടുണ്ടോ എനിക്കും അവിടെങ്കിലും ഒരു സ്റ്റേജിൽ ഇരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ? ആ സ്റ്റേജൊക്കെ കാണാൻ പറ്റുമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളൂ, പക്ഷെ അവർ കയറാൻ പറ്റി സ്റ്റേജിലൊക്കെ. അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ടി വി നമ്മൾ കാണുന്നു, ഫിലിം അവാർഡ്, അവിടെ നിന്ന് ആ ഒരു ഫ്ലോറിൽ ചെന്നപ്പം കിട്ടിയ ഒരു സന്തോഷം എന്തുവാ? ഭയങ്കര സന്തോഷമായിരുന്നു. ഡാൻസ് ഞാൻ ചെയ്തു. അപ്പോ ആസ് എ ഡാൻസർ അവിടെ ഡാൻസ് ചെയ്യാൻ പറ്റിയാലും അതിനപ്പുറം ഒരു വേദി വേറെ എന്തുവല്ലേ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ചേട്ടൻ എന്തുണ്ട് വിശേഷം? എനിക്ക് സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടോ? ഞാൻ
അപർണ ചേച്ചിനെ ഇന്റർവ്യൂ ചെയ്തത് ഷോർട്സ്. അല്ലാതൊന്നും കണ്ടിട്ടില്ല. അല്ലാതെ ഞാൻ എനിക്ക് ഈ വലിയ ക്ലിപ്സിൽ ഇരുന്ന് കാണാൻ കുറച്ച് മടിയാ. ഇഷ്ടപ്പെട്ട ഹോബീസ് എന്തുവാ? ഡാൻസിങ് ഇഷ്ടമാണ്, ഡ്രോയിങ് ഇഷ്ടമാണ്. പക്ഷെ വലുതായിട്ട് വരയ്ക്കുന്നല്ല, പക്ഷെ ഡ്രോയിങ് കഷ്ടപ്പാടാ. പേന എടുക്കണല്ലേ, വരയ്ക്കണോ? പിന്നെ അങ്ങനെ ആർട്ടൊക്കെ ഇഷ്ടമാണ്. യാത്ര ചെയ്യാൻ ഇഷ്ടമാണോ? യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. ഞാൻ ദുബായ് പോയിട്ടുണ്ട്. അച്ഛൻ അവിടെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ അവിടെ പോയിട്ടുണ്ട്. അതൊക്കെ ഭാഗ്യമല്ലേ. എൻ്റെയൊക്കെ 9ാം ക്ലാസ്സിൽ കാക്കനാട്, വെണ്ണിക്കോളം. പിന്നെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫാമിലി ആയിട്ട് ടൂർ പോയ സ്ഥലമുള്ളൂ, കൊടൈക്കനാല്, അങ്ങനെ കുറച്ച് സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്. സ്കൂൾ ഇനാഗ്രേഷൻ ഒക്കെ വിളിച്ചിട്ടുണ്ടോ? സ്കൂൾ ഇനാഗ്രേഷൻ ചില അധികം വിളിക്കുമ്പോൾ ഞാൻ ഇവിടെ ആയിരിക്കും, ലൊക്കേഷനിലായിരിക്കും. എന്നിട്ടും പോയിട്ടുണ്ട്. ഈ സ്കൂൾ ഫ്രണ്ട്സ്, സ്കൂൾ ലൈഫ് ഒക്കെ മിസ് ചെയ്യുന്നുണ്ടോ? സ്കൂൾ ഫ്രണ്ട്സ് ഇപ്പം അങ്ങനെ മിസ് ചെയ്യുന്നില്ല, കാരണം ഇവിടെ 15 ദിവസം അത് കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് പോകുന്നുണ്ടല്ലോ, അപ്പം അങ്ങനെ മിസ് ചെയ്യുന്നില്ല. ഒരു മേക്കപ്പ് ഒന്നും ഇല്ലാതെ സിമ്പിൾ ഒരുക്കും കേട്ടോ, നല്ല ഭംഗിയുണ്ട്. പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓവർ മേക്കപ്പ് ഒന്നും. മേക്കപ്പ് ഇഷ്ടമാണോ ചെയ്യാൻ? എനിക്ക് ഇഷ്ടമാണെന്ന് വെച്ചാൽ നോർമലായിട്ട്, എനിക്ക് ഓവർ മേക്കപ്പ് ഇഷ്ടമല്ല. ഈ സിനിമയും സീരിയലും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി എന്തുവാ? എനിക്ക് മുമ്പാണെങ്കിൽ സീരിയലിൽ കുറച്ചും കൂടെ ഓവറായിട്ട് എക്സ്പ്രസ് ചെയ്യണം, അതെ, സിനിമയിൽ കുറച്ച് നാച്ചുറൽ ആയിട്ട് മതി. പക്ഷെ ഇപ്പൊ സീരിയൽ അങ്ങനെയല്ല. ഈ സീരിയലിൽ തന്നെ എനിക്ക് ഓവറായിട്ട് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പണ്ടത്തെ കാലത്തിൽ നിന്ന് ഒരുപാട് മാറി സീരിയൽ. കാരണം മുമ്പ് നല്ലോണം ഓവറായിട്ട് എക്സ്പ്രസ് ചെയ്യണമായിരുന്നു ചിലതൊക്കെ. പക്ഷെ ഇപ്പൊ അങ്ങനെയില്ല, ഇപ്പൊ നോർമലായിട്ട് തന്നെയാണ് സീരിയലും പോകുന്നത്. ഇനി ഇപ്പൊ സിനിമയിലോട്ടൊരു തിരിച്ചുവരവുണ്ടോ? ഞാൻ ഈ സീരിയൽ ചെയ്യുന്നതിനിടയിൽ തന്നെയാണ് ഇപ്പൊ ഡിസ്കോ മൂവി ചെയ്തത്. അപ്പൊ ഇതില് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ഈ കൊച്ചു കേരളത്തിൽ എന്തോ നടക്കുന്നേ? ഇതിപ്പോ സീരിയലിന്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാകുമ്പോ, ഈ 2 മാസമായിട്ട് എനിക്ക് മാർച്ചിൽ എക്സാം ഇല്ലേ, അതിനു മുമ്പേ 2 മാസം ഞാൻ സ്കൂളിൽ പോയിട്ടേ ഇല്ല. എനിക്ക് ഇതിന്റെ ഗ്യാപ്പ് വരുമ്പോ അവിടെ പോകും, സിനിമയുടെ അവിടെ പോകും, അതുകൊണ്ട് ഇങ്ങോട്ട് വരും. ഈ ഫ്രീ ടൈമിൽ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ഫ്രീ ടൈം എന്ന് പറയുമ്പോൾ എനിക്ക് വീട്ടിൽ പോവാണെങ്കിൽ ഞാൻ കസിൻ്റെ വീട്ടിൽ പോകും, അവിടെ പോയിട്ടിരിക്കും, കളിക്കുകയൊക്കെ ചെയ്യും. ഇവിടെ ഫ്രീ ടൈമിൽ ചില സമയത്ത് സിനിമയ്ക്കൊക്കെ പോകും, സിനിമയ്ക്ക് പോകാൻ ഇഷ്ടമാണ്. അല്ലാണ്ട് എന്താ, പിന്നെ ഉറങ്ങും ഞാൻ, ഉറക്കം മസ്റ്റാ. ഫുഡ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് അങ്ങനെ എനിക്കില്ല. അങ്ങനെയില്ല. എനിക്ക് ബിരിയാണി ഇഷ്ടമാണ്, മന്തി ഇഷ്ടമാണ്, ഇനിയിപ്പോൾ KFC അങ്ങനത്തെ ഫ്രൈഡ് ഐറ്റംസ് ഇഷ്ടമാണ്. ചില സമയത്ത് ഡെസേർട്സ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ്. അഭിനയത്തിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? ഇപ്പൊ ആദ്യം വന്ന വ്യക്തി ആയിരിക്കത്തില്ലല്ലോ. ഒരിക്കലല്ല. ഇപ്പൊ ഈ സീരിയലിൽ തന്നെ എനിക്ക് എൻ്റെ ഫസ്റ്റ് സീരിയലാണിത്, മഴതോരും മുമ്പേ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് എങ്ങനെയാ ഡയലോഗ്സ്, ഇത് സിനിമയിൽ ഞാൻ അധികം ബൈഹാർട്ട് പഠിച്ചിട്ടാണ് പറയാം, പക്ഷെ സീരിയൽ വരുമ്പോൾ ഞാൻ പ്രോംപ്റ്റ് ചെയ്യുന്ന കേട്ടിട്ടാണ് പറയാം. അപ്പോൾ അതൊക്കെ സെറ്റാക്കി എടുത്തു. ഇപ്പൊ ഈ സീരിയൽ ഇത്രമാത്രം ഹിറ്റ് ആയതിനു ശേഷം കമന്റ് ബോക്സുകളൊക്കെ വായിക്കുമല്ലോ, അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കമന്റ് എന്തൊക്കെയായിരിക്കും? ഇത് തന്നെ, എനിക്ക് റിസോർട്ടിലൊരു സീൻ ഉണ്ടായിരുന്നു. അതായത് റിസോർട്ടിലെ സ്വന്തം ചേച്ചിയാണെന്ന് തിരിച്ചറിയുന്ന ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നല്ല പോസിറ്റീവ് കമന്റ്സ് ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പേഴ്സണലായിട്ട് കുറേ മെസ്സേജ് വന്നു, കമന്റ്സും ഞാൻ വായിച്ചായിരുന്നു. ആളുകളോട് എന്തോ പറയാനുള്ളത്? ഒരുപാട് താങ്ക്സ്, കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും നല്ല റെസ്പോൺസ് ഉണ്ടാവുന്നു. എല്ലാവരോടും ഒരുപാട് നന്ദി. അപ്പോൾ ഇനി ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. ഡാൻസും പാട്ടുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പം മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നു.